തുടങ്ങിയാലും പൂർത്തി വരുത്തുന്നവൻ യേശുവാണ്. പലതും പലരും തുടങ്ങുന്നുണ്ടെന്നാൽ പകുതി വെച്ച് നിർത്തിപ്പോകുകയും 2 മാസം കഴിയുമ്പോൾ നിർത്തിപ്പോരുകയും ഒക്കെയും ചെയ്യുന്ന പല സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെന്നാൽ പൂർത്തി വരുത്തുന്നത് യേശുവാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവൻ ആൽഫയും ഒമേഗയുമാണ്, അവൻ ആദിയും അന്തവുമാണ്. ആമേൻ, സ്തോത്രം. അവൻ അതേ ബിഗിനിങ് മാത്രമല്ല, എൻഡും കൂടാണ്. ദൈവത്തിന് സ്തോത്രം. പൈതലിന്റെ പ്ലേ സ്കൂൾ മുതൽ സ്തോത്രം 12ാം ക്ലാസ് വരെയും അവളോട് കൂടെ ഇരുന്ന് ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച് അത് പൂർത്തീകരിപ്പാൻ ദൈവം കൊടുത്ത കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ലഭിച്ച അവസരമാണിത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എത്ര വായിച്ചാലും മതിയാകാത്ത ഒരു വാക്യമാണ് റോമർ 3:3. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ നൽകി തരികയും എന്നെ ചിന്തിപ്പിക്കുകയും ഞാൻ പലയിടങ്ങളിലും പ്രസ്താവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വാക്യമാണത്. ചിലർ വിശ്വസിച്ചില്ല എങ്കിലും അവരുടെ അവിശ്വാസത്താൽ സ്തോത്രം ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരികയുമോ ഒരു നാളും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്ന് ഇരിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നെന്നുള്ള ബോധ്യം കടന്നു വന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, നമ്മുടെ സൗന്ദര്യം കൊണ്ടല്ല, നമ്മുടെ കുടുംബ മഹിമ കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ജീവിതത്തിൽ ലഭിക്കേണ്ട സന്തോഷത്തിന്റെ ഏറ്റവും മാക്സിമം തന്റെ പൈതലിന് ലഭിച്ചിട്ടുണ്ട്. അത് എന്താണെന്നറിയാമോ? യേശുവിനെ അവളുടെ ഉള്ളിലാക്കി എന്നുള്ളതാണ് അവളുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സന്തോഷം. ആ യേശുവാണ് ഇതുവരെയും പൂർത്തി വരുത്തി അവൾ നടത്തുവാൻ തക്കണം വിശ്വസ്തതയുമായി അവളോട് കൂടെ ഇരുന്നത്. ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള നാളുകളിലും ഈ കർത്താവ് ഏത് വിഷയത്തിലും മുൻപന്തിയിൽ കർത്താവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആലോചന വലിയവനായ നല്ല കർത്താവ് നല്ല ആലോചനക്കാരനായി കൂടെ ഇരിക്കേണ്ടതിന് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും മുട്ടുമടക്കി ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ നീ മറക്കരുതെന്നാണ് ഇന്ന് പകൽക്കാലം എനിക്ക് സിൽവിയയോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് മാതാവും പിതാവും അടുക്കലില്ലാതെ ഒറ്റയ്ക്കായിരിക്കേണ്ട സ്ഥാനം ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അപ്പോഴും പരീക്ഷകൻ അടുത്തു വരുമ്പോൾ ഓർത്തുകൊള്ളണം, എന്റെ യേശു പൂർത്തി വരുത്തുന്ന ദൈവമാണ്. ഇന്ന് വരെ എന്നെ നടത്തിയ ദൈവമാണ്. ആ ദൈവത്തെ മറന്ന് ഒരു ചിന്തയോ യാതൊരു പ്രവർത്തനങ്ങളോ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകാതെ ജീവിതത്തിൽ വ്യക്തിപരമായ ബന്ധം യേശുവുമായിട്ട് പുലർത്തിക്കൊണ്ട് യേശുവിനെ മുൻനിർത്തി ജീവിപ്പാൻ തക്കണം. തുടർന്നുള്ള വിദ്യാഭ്യാസം ഏത് തെരഞ്ഞെടുക്കണമെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ തക്കണം. പ്രിയ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവം ഒരുക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെയും എന്റെ കുഞ്ഞുങ്ങളുടെയും